ഈ സാധാരണ കൊടിമരത്തിൽ പതാക ഉയർത്തിക്കൊണ്ട് ആണ് സ്കൂൾ കലോത്സവം ആരംഭിക്കുന്നത്. എന്നാൽ ഇത്തവണ ഈ 63ാമത് സംസ്ഥാന കലോത്സവത്തിന് പതാക ഉയരുന്നത് കൊടിമരത്തിൽ അല്ല, പകരം പ്രധാന വേദിയിൽ ഒരുക്കിയിരിക്കുന്ന വേണിയുടെ ശില്പത്തിൽ ആണ്. യുവജനോത്സവത്തിന് എത്തുന്നവർക്ക് ആദ്യം കണ്ണുടക്കുന്നതും സെൽഫി പോയിന്റും ഇവിടെ തന്നെയാണ്. എടാ കൊള്ളാലേ? നീയല്ല ശില്പം. അത് തന്നെ പറഞ്ഞേ, കൊള്ളാലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? അപ്പൊ ഇതിന്റെ ഈ ആശയം തലയിൽ ഉദിച്ച ആളും ഇതിന്റെ ശില്പിയും നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്തായിരുന്നു ഈ ഐഡിയയുടെ പിന്നിലെന്ന്. സാറിന്റെ ഐഡിയ ആയിരുന്നല്ലോ വളരെ പെട്ടെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശപ്രകാരം വളരെ പെട്ടെന്ന് ഒരു ആശയം വേണമെന്ന് തോന്നുന്നു. അപ്പോൾ അന്നേരം നമുക്ക് ആലോചിച്ചപ്പോൾ ഏതായാലും ഈ കലോത്സവത്തിൻ്റെ ഭാഗമായപ്പോൾ ഒരു കലാരൂപം തന്നെ വേണമെന്നുള്ള മനസ്സിൽ വന്നു. അപ്പോൾ അത് അനുസരിച്ച് പെട്ടെന്ന് അങ്ങ് മനസ്സിൽ വന്നു ഒരു വീണായാലെന്ത്. അപ്പോൾ നമ്മുടെ ഡയറക്ടർ താഴെയുള്ള ശില്പങ്ങളൊക്കെ സാധുപോകാൻ ഡയറക്ടറിൻ്റെ നിർദ്ദേശമാണ്. ബാക്കി ഈ ആശയം വന്നു. അത് നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ഗ്രൂപ്പുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയിലെ ഗ്രൂപ്പുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലെ കലാധ്യാപകരെ വിളിച്ചു. 2 മണിക്കൂർ കൊണ്ട് തന്നെ അവർ എത്തിച്ചേർന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് അവിടെ വെച്ച് തന്നെ അതിൻ്റെ ഡ്രോയിങ് ശരിയാക്കി. അപ്പോൾ അക്സെപ്റ്റ് ചെയ്തു, DGക്ക് അത് സമ്മതമായി അക്സെപ്റ്റ് ചെയ്ത് നമ്മളത് ചെയ്യാൻ എല്ലാം വളരെ പെട്ടെന്ന് പകലുമായി ഒരു 8ഓളം ദിവസം കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റിയത്. മുമ്പത്തെ കലോത്സവത്തിനൊക്കെ എങ്ങനെ ചെയ്തത്? നമ്മുടെ കഴിഞ്ഞ മുമ്പത്തെ വർഷം കോഴിക്കോടായിരുന്നു. കോഴിക്കോട് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് എനിക്ക് അവിടെ ചുമതല ഉണ്ടായിരുന്നു. കോഴിക്കോട് സ്റ്റേജിന്റെ ചുമതല എനിക്കായിരുന്നു. ഗിത്താർ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊരു ഗിത്താർ, വീണ, അങ്ങനെ സംഗീതത്തിനോട് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രിയമുണ്ടോ? ഇങ്ങനെ അല്ല, ഇത് കലോത്സവമല്ലേ. കലോത്സവം എപ്പോഴും നമ്മുടെ മനസ്സിൽ മുഴുവൻ കലയായിരിക്കുമല്ലോ. കല നമ്മുടെ ഇനി ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിലും ശരീരത്തിലും എല്ലാം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കലയാണ്. ഇനി അടുത്ത പോകുന്ന 7-8 ദിവസം കലയുടെ കൂടെയാണ്. ഈ ആർട്ട് വർക്ക് ചേട്ടന്റെയാണ്. എത്ര ദിവസത്തെ പണിയുണ്ട്? ഇത് ഒരു 12 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. 12 ദിവസം നമുക്ക് വെക്കേഷൻ ടൈമായിരുന്നു. ഈ സമയത്താണ് നമ്മൾ ചെയ്തത്. ഇത് സാറ് പറഞ്ഞു നമ്മുടെ കൊടിമരത്തിൻ്റെ പകരമാണ് വീണ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ പാടില്ല, പക്ഷെ കൊടിമരമേ കാണാൻ പാടില്ല, വീണയ്ക്കകത്ത് തന്നെ ഇതെല്ലാം വേണമെന്നുള്ള പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മുടെ DPയുടെ സാനോസ് സാറാണ് താഴെയുള്ള ആർട്ട് ഫോം നിഹാരിക സ്റ്റൈലിൽ വേണമെന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു. അപ്പോൾ ഇത് മൊത്തത്തിലൊരു ടീം വർക്കായിരുന്നു. മൊത്തത്തിൽ സാറ്, നമ്മുടെ സുരേഷ് ബാബു സാറ്, ഇവിടെ എല്ലാവരുടെയും ഞങ്ങളുടെ അധ്യാപകർ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഇത് മുന്നോട്ട് പോയത്. അപ്പോൾ സാറ് നമ്മുടെ കളക്ടർ പറയുണ്ടായി 5 അടി ഹൈറ്റിൽ ഈ ഒരു ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞങ്ങളൊരു ഫൈബറിൽ ചെയ്യുക എന്നുള്ളതാണ്. ഫൈബറിൽ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് തെർമോക്കോളിൽ ചെയ്തതിന് ശേഷം ഇതിനൊരു പൊട്ടിയിട്ടതിന് ശേഷം ഇതിനകത്ത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ഗോൾഡും കോപ്പറും പെയിൻ്റ് അടിച്ചിട്ടാണ് ഈ കാണുന്ന ഈ 6 ശില്പങ്ങളും ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ ഈ വീണ എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് 15 അടി ഉയരത്തിൽ വേണം, ബലം ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ വെൽഡ് ചെയ്തതിന് ശേഷം നെറ്റ് കൊണ്ടുള്ള മെറ്റൽ കൊണ്ട് ഇത് മൊത്തം കവർ ചെയ്ത്, എന്നിട്ട് തെർമോക്കോൾ ഷീറ്റ് ചെയ്ത് അക്രിലിക് പെയിൻറ് ചെയ്ത് അങ്ങനെയാണ് വെൽഡ് ചെയ്തിട്ടാണ് ഈ 15 അടി ഹൈറ്റിൽ ഇത് നിർത്തിയിരിക്കുന്നത്. പിന്നെ താഴത്തെ പോർഷനിൽ അത് ഞങ്ങളുടെ കൂടെ ഒരു ആശയമായിരുന്നു. അവിടെ തിരുവനന്തപുരത്തിൻ്റെ ബേസ് ചെയ്യുന്ന, തിരുവനന്തപുരത്തിൻ്റെ പൈതൃകം നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുള്ള ലൈൻ ഡ്രോയിങ് അത് നമ്മൾ മൾട്ടിവുഡിലാണ് ചെയ്തത്. മൾട്ടിവുഡിൽ ലൈൻ ഡ്രോയിങ് ആയിട്ടാണ് അത് വരച്ചിരിക്കുന്നത്. താഴത്തെ ചുറ്റിലും വരച്ചിരിക്കുന്ന ആ ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ ഈ ഇത്രയും പണി നമ്മളൊരു ടീം ആണെങ്കിലേ അത് സാധ്യമാവുള്ളൂ. ടീം വർക്കായിട്ട് മുന്നോട്ട് പോയാൽ എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സിൽ പോയാൽ. അപ്പോൾ നിങ്ങളുടെ ഒരു ടീമിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പായിട്ട് ഇത് ടീം വർക്കാണ്. ഇപ്പോൾ സാറ് മിക്കവാറും ചോദിക്കും, നമ്മുടെ സുരേഷ് സാറ് ഇടയ്ക്ക് നിന്നിട്ട് ആ സാറ് ചോദിക്കുന്നു പറയുന്നതും ഞങ്ങളോട് ചോദിക്കും, അപ്ഡേറ്റ് ചെയ്യും. അതിൻ്റെ ഫോട്ടോസ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം. അതിൻ്റെ വർക്കിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ഉറപ്പായിട്ട് ഇത് നന്നായിട്ട് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതാണ്. നമ്മുടെ കലാ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ കൊണ്ടാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും അതിനകത്ത് പങ്കെടുപ്പിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പലരും വന്നിട്ടുണ്ടായിരുന്നു. ചിലർക്കൊക്കെ ഈ ക്രിസ്മസും വെക്കേഷനും അതിലേക്ക് ആയതുകൊണ്ട് മാറിയെന്നാണ്. അപ്പോൾ സാറിന് ചോദിക്കാനുള്ളത്, ഈ നമ്മുടെ ഒരു ആശയം പറയുമ്പോൾ അതിനതുപോലെ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ടീമാണ്. ഞാനിവിടെ DO ആയിട്ടിരുന്ന സമയത്ത് നമ്മുടെ DO ഓഫീസ് തന്നെ വളരെ മനോഹരമായി ഇത് ചെയ്തിട്ടുണ്ട്. ഈ കലാധ്യാപകരുടെ ഗ്രൂപ്പുണ്ട്, ജില്ലയിൽ നല്ലൊരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ഒരു പിൻബലത്തിന് അതിൻ്റെ ഒരു ശക്തിയും കൊണ്ടാണ് ഞാനത് ഏറ്റെടുക്കാൻ DG ഡയറക്ടർ പറഞ്ഞപ്പോൾ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായത്. ചെയ്യാൻ പറ്റും. ആ ആത്മവിശ്വാസം സാധിച്ചു കഴിച്ചു. ഓരോരുത്തർക്ക് അവർക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അവർ കൃത്യസമയത്ത് തന്നെ അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എല്ലാ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ഇന്ന് രാവിലെ 6 മണിക്ക് ഇത് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ കൃത്യം 6 മണിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വൈകിട്ട് ഇതിനു വേണ്ടി ഇതിവിടെ ഈ ലൊക്കേഷൻ ഇപ്പോൾ മാറ്റി സ്ഥാപിച്ചതാണ്.
ട്രോഫി കൊണ്ടുപോയത്. അപ്പോൾ ഇത് ഭംഗിയായപ്പോൾ എല്ലാവർക്കും അതിലേക്ക് അട്രാക്ട് ചെയ്യും. അതുപോലെ കലോത്സവത്തിന് ഒരു കുട്ടി ഇപ്പോൾ തലേ ദിവസം വന്ന് കാണാൻ വേണ്ടി വരുമ്പോൾ ആ ആളിന് മനസ്സിൽ എന്തെങ്കിലും തങ്ങി നിൽക്കണം. വെറുതെ ഒരു ഗ്രൗണ്ടോ സ്റ്റേജോ കണ്ടാൽ പോരാ, അവനൊരു ശരിക്കും മനസ്സിലൊരു ആശയം അല്ലെങ്കിൽ മനസ്സിലൊരു ശക്തി ഉണ്ടാവണം, കലയുമായിട്ട് ഒരു ആഭിമുഖ്യം ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ ഇത് വളരെ നേരത്തെ നാളത്തേക്കുള്ള ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഇന്നലെ തന്നെ അത് സെറ്റ് ചെയ്തു. തീർച്ചയായും. അതുപോലെ ഈ കലോത്സവത്തിന് എത്തുന്നവരുടെ മനസ്സിൽ ആദ്യം തങ്ങി നിൽക്കുക എന്തായാലും ഈ രൂപം തന്നെ ആയിരിക്കും. അത് അത്രയും ഭംഗിയായി വളരെ മനോഹരമായി നിർമ്മിച്ചത് കൊണ്ട് തന്നെയാണ് ആ രൂപം നമ്മുടെ മനസ്സിൽ പതിയുന്നത്. എന്നാലും ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം ഐഷത്തിൽ ഷംന, ന്യൂസ് 18.